അങ്ങനെ മൊസ്റ്റാറിലെത്തി. മൊസ്റ്റാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനായ മൊസ്റ്റാർ ഓൾഡ് ബ്രിഡ്ജ് ആൻഡ് ബാക്കാണ് കണ്ടില്ലേ. 1450-ൽ ഒട്ടോമൻസ് തുർക്കികൾ ഉണ്ടാക്കിയ ബ്രിഡ്ജാണിത്. ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ ക്രൊയേഷ്യൻസ്, മറ്റേ സൈഡിൽ ബോസ്നിയൻ മുസ്ലിംസാണ് താമസിക്കുന്നത്. അപ്പം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ ഉണ്ടാക്കിയ ബ്രിഡ്ജാണിത്. 1993 യുഗോസ്ലാവ് വാറിൽ ഈ ബ്രിഡ്ജ് ബോംബിട്ട് തകർത്തിരുന്നു. ആ വീഡിയോ ആണിത്. അതിനുശേഷം ഇത് പുതുക്കിപ്പണിതാണ്. ഒരുപാട് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി പുതുക്കിപ്പണിതാണ് ഈ ബ്രിഡ്ജ്. സ്റ്റാരി മോസ്റ്റ് എന്നാണ് ഇവിടുത്തുകാർ ഈ ബ്രിഡ്ജിന് പറയാം. അതിൽ നിന്ന് തന്നെയാണ് ഈ സിറ്റിക്ക് മൊസ്റ്റാർ എന്ന പേര് വന്നത്. സ്റ്റാരി മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് കീപ്പേഴ്സ് എന്നാണ് അർത്ഥം. നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം അപ്പുറത്തുള്ള ഓൾഡ് സിറ്റിയിലേക്ക് എത്താൻ. പാലത്തിലേക്ക് കയറുന്ന വഴിയാണിത്. ഇതിൻ്റെ ഫ്ലോറൊക്കെ നോക്കി ഫുള്ള് ഈ നല്ല മിനുസുള്ള കല്ലുകൾ, സ്ലിപ്പറിയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിക്ക് വീഴും. മൊസ്റ്റാർ ഓൾഡ് ടൗൺ ആണിത്. ഇതൊരു പഴയ ഒരു പള്ളിയാണിത്. 1400-ൽ ഉണ്ടാക്കിയൊരു പള്ളിയാണ്. അന്നുകൊണ്ട് ലെതർ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ്. കാരണം അവർ ലെതറൊക്കെ പണിയെടുക്കുമ്പം ഭയങ്കര സ്മെല്ല് വരും എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാത്രം നിസ്കരിക്കാൻ വേണ്ടി ഒരു പണക്കാരുണ്ടാക്കി കൊടുത്ത പള്ളിയാണിത്. ഈ സ്ട്രീറ്റ്സൊക്കെ എന്ത് ഭംഗിയത് കാണാം, നല്ല അടിപൊളി സംഭവങ്ങൾ. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കിയാണ് ബുള്ളറ്റിൻ്റെ മാർക്സ് ഉണ്ടല്ലേ. യുദ്ധത്തിൻ്റെ ബാക്കി, 93-ലെ യുദ്ധത്തിൻ്റെ ബാക്കിയാണത്. മെയിൻ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട് കേട്ടോ. ക്രൂക്കഡ് ബ്രിഡ്ജ് എന്ന് തന്നെ പറയാം. ചെറിയൊരു ബ്രിഡ്ജ്. ഈ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെ ഉരുളൻ കല്ലുകൾ വെച്ചിട്ട് നല്ല മിനുസുള്ള കല്ലുകൾ. കുറച്ച് മുന്നോട്ട് നടന്നാൽ ഇവിടെ ഒരു പള്ളിയുണ്ട് പറഞ്ഞത്. അതിൻ്റെ മിനാരത്തിന് മുകളിൽ കയറിക്കണമെങ്കിൽ നമുക്ക് മൊസ്റ്റാറിൻ്റെ അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ. കോസ്കി മെഹമ്മദ് പാഷ മോസ്ക് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇതാണ് പള്ളി. 1400-ൽ ഒട്ടോമൻസ് തുർക്കിയിലുണ്ടാക്കിയ പള്ളിയാണ്. ഇതിൻ്റെ മുകളിലാണ് കയറാൻ പോകുന്നത്. ടിക്കറ്റ് ഉണ്ട്, 15 മാർക്കാണ് ചാർജ്. അപ്പം പോയി നോക്കട്ടെ. ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. ഇതാണ് മുകളിലേക്കുള്ള വഴി, മിനാരത്തിന് മുകളിലേക്കുള്ള കയറുള്ള വഴി. വളരെ ഇടുങ്ങിയ വഴിയാണ്. കയറി നോക്കട്ടെ. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയില്ല, മുകളിലത്തേലും അറിയുള്ളൂ. വളരെ ഇടുങ്ങി എന്ന് പറയാൻ വളരെ ഇടുങ്ങി. ഹൈറ്റ് പേരുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് പേടിയാവുന്നുണ്ട്. എന്നാലും ആ വ്യൂ കാണാൻ പറ്റുള്ള കാര്യം കൊണ്ടാണ് വരുന്നത്. കുറേ ഹൈറ്റ് ഉണ്ട് കേട്ടോ. കയറി കുടുങ്ങിയ എത്തണമില്ല. കയറി കുടുങ്ങി വരേണ്ട തോന്നുന്നത്. മുളത്തണില്ല. ലൈറ്റ് കാണുന്നുണ്ട്. ഏകദേശം എത്തി തോന്നുന്നുണ്ട്. എത്തി. വാ, വ്യൂ നോക്കിക്കേ. സൂപ്പർ, അടിപൊളി വ്യൂ അല്ലേ. ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടില്ലേ ആൾക്കാർ ചാടാൻ വേണ്ടി നിൽക്കണ്ടില്ലേ. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചാടും അതിന് മുകളിൽ നിന്ന്. അത് അവർ പൈസ വാങ്ങിയിട്ട് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് 2 യൂറോ ഒക്കെ വാങ്ങിയിട്ട് ആണ് ചാടുക. അപ്പോൾ ഇതാണ് ആ പള്ളീൻ്റെ മിനാരം. ഈ മിനാരത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ വ്യൂ കാണുന്നത്. മിനാരത്തിൻ്റെ ഏകദേശം മുകളിലെത്തി. അത്രയും ദൂരം താഴ്ന്ന് മേലേക്ക് വന്ന് ഇത്രയും കൂടി മേലേക്ക് ബാക്കിയുണ്ട്. ഉണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. എന്താ വ്യൂ അല്ലേ, അടിപൊളി. മിനാരത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കട്ടോ. ഭയങ്കര ഇടുങ്ങിയ വഴി കണ്ടില്ലേ. ഇടുങ്ങിയ വഴിയാണ്, പക്ഷേ ഇങ്ങനെ നടന്നു നോക്കാം. അപ്പോൾ ഫുൾ മൊസ്റ്റാർ സിറ്റിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും നമുക്ക്.
പറഞ്ഞമാതിരി ഹൈറ്റ് പേടിയുള്ളവർ കുറച്ച് ബുദ്ധിമുട്ട് ഇതിൻ്റെ മുകളിൽ കയറിയാൽ. കാരണം ഇടുങ്ങിയ വഴികളാണ്, ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ്. 1993 യുഗോസ്ലാവ് വാറിൽ ഈ പാലം ഫുള്ളായിട്ട് തകർത്ത്, ബോംബിട്ട് തകർത്ത് പിന്നെ ഇത് റീബിൽഡ് ചെയ്താണ്. ഇത് ഒറിജിനൽ പാലല്ല, 1400-ൽ തുർക്സ് ഉണ്ടാക്കിയ, ഒട്ടോമൻസ് ഉണ്ടാക്കിയ പാലല്ല. അതിനുശേഷം ഈ ലാസ്റ്റ് 93 വാറിൽ, യുഗോസ്ലാവ് വാറിൽ അത് തകർത്തിട്ട് വീണ്ടും ഇവർ പുതുക്കി പണിതാം. ഇവരെല്ലാം ഒരുപാട് കൺട്രീസിൻ്റെ ഹെൽപ്പോട്, തുർക്കി, അതുമാതിരി UN ഒക്കെ സപ്പോർട്ടോടുകൂടി ഇവർ റീബിൽഡ് ചെയ്ത പാലാണത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പഴയതായിട്ടുള്ളൂ. നമ്മളതിൻ്റെ താഴത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ കുറേ കല്ല് പെറുക്കി വെച്ചിട്ടുണ്ട്, വലിയ വലിയ കല്ല്. അത് പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ആൾക്കാർ എന്താ പറയുക, പുഴയിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചാണ്. ഇനി തിരിച്ചിറങ്ങലും ഒരു ചടങ്ങാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ വീതി. കറക്റ്റ് ഒരാൾക്ക് നിൽക്കാനുള്ള വഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100-200 സ്റ്റെപ്പിൻ്റെ മുകളിലുണ്ടാവും എനിക്ക് തോന്നുന്നത്. മുഹമ്മദ് പാഷ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടക്കാനുള്ള വഴികളൊക്കെ ഇങ്ങനെ ഉരുളങ്കല്ല് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് നോക്കി. എന്ത് ഭംഗിയല്ലേ, പല ഡിസൈനുകളും, നല്ല മിനുസുള്ള കല്ല്, നല്ല ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയം ഓഫ് വാർ ആൻഡ് ജനോസൈഡ് വിക്ടിം 1992-1995 എന്ന് പറഞ്ഞിട്ട്. അത് കയറി നോക്കണേ, പക്ഷേ സമയമില്ല ഇപ്പോൾ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ ഡോണ്ട് ഫോർഗെറ്റ് 93 എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മരത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി എനിക്ക് ഫ്രണ്ടിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ബാക്കിൽ നോക്കിയാൽ നല്ല കൈ ചങ്ങലിട്ട് കിട്ടിയ കാണാൻ പറ്റും. നോക്കിയാൽ ബോംബ് വന്ന് വീണ സ്ഥലങ്ങളുണ്ട്, മറ്റേ ഷെല്ലുകളൊക്കെ വന്ന് വീണ് ഉണ്ടോ, കണ്ടില്ലേ? അതൊക്കെ അതേമാതിരി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാതെ ഈ ബിൽഡിംഗ് ഇട്ടുണ്ട്. ഈ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നോക്കി, നല്ല പൂക്കളൊക്കെ വെച്ചിട്ട് ഇത് രസമല്ലേ. ഈ മൊസ്താറിലെ ഓൾഡ് ബ്രിഡ്ജ് ഏരിയ എല്ലാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടാണ്, സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളുടെ പട്ടികകളിലാണ്. ഒരുപാട് സോവനീഴ്സൊക്കെ വെക്കുന്ന കടകളുണ്ട് കേട്ടോ അവിടെ. കോപ്പറിൻ്റെ പല സംഭവങ്ങൾ ഉണ്ടാക്കുന്ന കടകൾ, പെയിൻറ്റിങ്സ്. ഓൾഡ് സിറ്റിയിലൂടെ നടന്ന് വീണ്ടും നമ്മുടെ മൊസ്റ്റാർ ഓൾഡ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് എത്തിയത്. അതിന് മുകളിൽ നിന്നുള്ള ആൾക്കാർ ചാടാൻ വേണ്ടി നിൽക്കുന്നത്. ആൾ വിചാരിച്ചത്ര പൈസ കിട്ടിക്കാണെങ്കിൽ അതിന് മുകളിൽ നിന്ന് ചാടും. അപ്പോൾ ചാടും നോക്കട്ടെ നമുക്ക്. ഇവിടെ ഇരിക്കുന്ന 2 ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന ആൾക്കാർ. ഇവരടുത്ത് ആൾക്കാരുടെ പൈസ വിരിച്ചിട്ട് അവർക്ക് വേണ്ടത്ര പൈസ ആയിക്കഴിഞ്ഞാൽ അവർ ചാടുന്നതിന് മുകളിൽ നിന്ന്. നമുക്ക് വേണമെങ്കിൽ ചാടട്ടോ. നമുക്ക് ചാടണമെങ്കിൽ ഇവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയിട്ട് 25 യൂറോ അടയ്ക്കണം. 25 യൂറോ അടിച്ചിട്ട് ചെറിയ ചാട്ടങ്ങളുണ്ട്, ചെറിയ ഹൈറ്റില്ലാത്ത പാലത്തിൽ നിന്ന് ചാടി അവർ കാണിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ഈ പാലത്തിൽ നിന്ന് ചാടാൻ പറ്റുള്ളൂ. ആ ഒരു മണി നേരം കാണില്ലേ, നേരത്തെ അതിൻ്റെ മുകളിൽ കയറി, അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ വ്യൂ കാണിച്ചിരുന്നതാണ്. അവിടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നടന്ന് പാലത്തിൻ്റെ മുകളിലെത്തിയാണ്. ഈ കാണുന്നതൊക്കെ പഴയ പാലത്തിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളാണ്. ഈ 93 വാറിൻ്റെ മുന്നുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഹോട്ടലിൻ്റെ പേര് ഹിന്ദിൻ ഹാൻ. ഹിന്ദിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിയില്ല. ആ ചങ്ങാതി ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന വെച്ചാൽ കുറേ നേരം കാത്തുന്നു. അവർ പൈസ കളക്ട് ചെയ്ത് ഇങ്ങനെ നടക്കാനല്ലാതെ ചാടണമില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോവാം. 6:10 വണ്ടീൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 6 മണിയാവാനായി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തൊന്നും വലിയ പിടുത്തമില്ല, തിരഞ്ഞു നോക്കട്ടെ. ഇതിനോട് മൊസ്റ്റാർ വീഡിയോയോട് നിർത്താണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.